മക്കളെ ഡിറ്റർമിനേഷൻ ഓഫ് ഇൻകം ആൻഡ് എംപ്ലോയ്മെന്റിലെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നമുക്ക് സോൾവ് ചെയ്താലോ? ക്വസ്റ്റ്യൻ വായിക്കാം. ഇഫ് ഡെൽറ്റ വൈ ഈസ് ഈക്വൽ ടു 100, ഡെൽറ്റ സി ഈസ് ഈക്വൽ ടു 17 ഇൻ എക്കോണമി, ഫൈൻഡ് എം പി സി ആൻഡ് എം പി എസ്. പ്രൂവ് ദാറ്റ് എം പി സി പ്ലസ് എം പി എസ് ഈസ് ഈക്വൽ ടു 1. അപ്പൊ ചോദ്യം നമുക്ക് മനസ്സിലായി. നമുക്കറിയാം എം പി സി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഡെൽറ്റ സി ബൈ ഡെൽറ്റ വൈ ആണ്. ചോദ്യത്തിനകത്ത് ഡെൽറ്റ സിയും ഡെൽറ്റ വൈയും നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്താൽ മതി? ആ നമ്പേഴ്സ് അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി. ഡെൽറ്റ സി എന്ന് പറയുന്നത് 70 ആണ്, ഡെൽറ്റ വൈ എന്ന് പറയുന്നത് 100 ആണെങ്കിൽ നമുക്ക് കാൽക്കുലേറ്റർ എടുത്തിട്ട് ഡിവൈഡ് ചെയ്യാം. 70 ഡിവൈഡ് ബൈ 100 എന്ന് പറയുന്നത് 0.7 ആണ് എം പി സി എന്ന് പറയുന്നത്. എം പി സി 0.7 ആണ്. ഇനി എം പി എസ് കണ്ടുപിടിക്കാം. എം പി എസ് കണ്ടുപിടിക്കാനായിട്ട് നമുക്കറിയാം ഡെൽറ്റ എസ് ബൈ വൈ ആണ്. സീനെ എസ് ആക്കി മാറ്റിയാൽ മതി. പക്ഷെ ഇവിടെ നമുക്ക് എം പി സി ഉണ്ട്. നമുക്കറിയാം എം പി എസ് ഈസ് ഈക്വൽ ടു 1 മൈനസ് എം പി സി അല്ലേ? അപ്പൊ 1 മൈനസ് 0.7 അല്ലേ? അപ്പൊ 0.3 അല്ലേ എം പി എസ് ഉണ്ടാവുക അല്ലേ? അപ്പൊ നമുക്ക് എം പി സിയും കിട്ടി, എം പി എസും കിട്ടി. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് പ്രൂവ് ചെയ്ത് നോക്കാം കേട്ടോ. അത് മിസ് വായിക്കുന്നുണ്ട്. അപ്പൊ പ്രൂവ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്കറിയാം ഡെൽറ്റ സി പ്ലസ് ഡെൽറ്റ വൈ ആണ് എം പി സിയുടെ ഇക്വേഷൻ, ഡെൽറ്റ എസ് പ്ലസ് ഡെൽറ്റ വൈ ആണ് എം പി എസിന്റെ ഇക്വേഷൻ. സി പ്ലസ് എസ് എന്ന് പറയുന്നത് വൈ അല്ലേ? ഇൻകം അല്ലേ? ഇൻകത്തിനകത്ത് കൺസപ്ഷനും സേവിങ്ങും ഇല്ലേ? അപ്പൊ ഞാൻ സി പ്ലസ് എസിന് പകരം എന്ത് കൊടുക്കുന്നു? വൈ കൊടുക്കുന്നു. ആ ഡെൽറ്റ ഞാൻ അതേപോലെ എഴുതുന്നു. ഡെൽറ്റ വൈ ഡെൽറ്റ വൈ ഡെൽറ്റ വൈ തന്നെയാണ് ഇവിടെ വരിക. അപ്പൊ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ വൈ എന്ന് പറയുന്നത് നോമിനേറ്ററും ഡിനോമിനേറ്ററും സെയിം ആവുമ്പോൾ ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 1 എന്ന് പറഞ്ഞു കിട്ടും. വളരെ സിമ്പിൾ ഉള്ള ക്വസ്റ്റ്യൻ ആണ്. 3 മാർക്കിനാണ് ചോദ്യമുള്ളത്. 1 മിനിറ്റിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? അത് സോൾവ് ചെയ്തിട്ടുണ്ട്.